ഇന്ന് കഴിഞ്ഞ SSLC മാർച്ച് എക്സാമിനേഷന് ചോദിച്ച 10ാമത്തെ ഒരു ചോദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇതുപോലെ കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളുമായി വരാവുന്നതാണ്. ഇന്നത്തെ ഈ ചോദ്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും അതോടൊപ്പം അത് എഴുതിയെടുക്കാൻ ശ്രമിക്കുകയും അതിലെ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുക. ഇതുപോലെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എല്ലാ സിലബസുകാർക്കും, പ്രത്യേകിച്ച് ഇത്തരം ചോദ്യങ്ങൾ കേരള സിലബസുകാർക്കും CBSE സിലബസുകാർക്കും മറ്റെല്ലാ സിലബസുകാർക്കും ഒരുപോലെ പ്രധാനമുള്ളതാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ചോദ്യം നോക്കാം. ചിത്രത്തിൽ AB, BC, CA എന്നിവ O കേന്ദ്രമായ വൃത്തത്തിലൂടെയുള്ള തൊടുവരകളാണ്, ടാൻജന്റ് ആണ്. ഈ വൃത്തത്തെ യഥാക്രമം PQR എന്നീ ബിന്ദുക്കളിൽ തൊട്ടുപോകുന്നുണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് ആംഗിൾ QOR കണ്ടുപിടിക്കുക. ആംഗിൾ QOR കണ്ടുപിടിക്കുക. ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ ട്രയാങ്കിളില് എയും എത്രയെന്ന് അറിയില്ല, ബിയും അറിയില്ല, സിയും അറിയില്ല. ഈ 3 ആംഗിളും എല്ലാ കോണുകളും കാണുക എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. 2 ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എപ്പോഴും ഉത്തരം എഴുതുമ്പോൾ തന്നിരിക്കുന്ന ആംഗിളുകൾ എടുത്തെഴുതുക. ഉത്തരത്തിലേക്ക് പോവാം. നമുക്ക് നോക്കാം. ഉത്തരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ POR 100 ഡിഗ്രി. ഓക്കെ, അതുപോലെ ആംഗിൾ POQ ഈക്വൽ ടു 110 ഡിഗ്രി. ഇനി കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ആംഗിൾ QOR ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഒരു വൃത്തത്തിലെ ആകെ കോണളവ് എത്രയാണ്? വൃത്തത്തിലെ ആകെ എത്ര കോണളവ് ഉണ്ടാവും? വൃത്തത്തിലെ കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 360, 360 ഡിഗ്രി ആയിരിക്കും. ഈ വൃത്തത്തിനുള്ളിലല്ലേ ഈ ആംഗിൾ എടുക്കുന്നത് എങ്കിൽ അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമുക്ക് ചെയ്യാം. ആംഗിൾ QOR is equal to 360 മൈനസ് ആംഗിൾ തന്നിരിക്കുന്ന ആംഗിളുകളൊക്കെ എഴുതുക. ആംഗിൾ POR പ്ലസ് ആംഗിൾ POQ. PORന്റെ ഡിഗ്രിയും POQന്റെ ഡിഗ്രിയും കൂട്ടിക്കൊണ്ട് അത് 360 നിന്നും മൈനസ് ചെയ്യുക. അപ്പോൾ 360 മൈനസ് POR എത്രയാണ്? 100 ഡിഗ്രി അല്ലെ, 100 ഡിഗ്രി. അതേപോലെ ഇവിടെ 110 ഡിഗ്രി. അപ്പൊ നമുക്ക് ബാക്കി എത്ര കിട്ടും? ബാക്കി നമുക്ക് കിട്ടുന്നത് നോക്കൂ, 150 ഡിഗ്രി അഥവാ 150 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ കിട്ടാം. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ പൂർത്തിയാക്കി. ഓക്കെ അല്ലേ, ഉറപ്പല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോവാം. ഇവിടെ നോക്കാം. ഇത് ഒരു PB എന്ന് പറയുന്നതും അല്ലെങ്കിൽ BP എന്ന് പറയുന്നതും BQ എന്ന് പറയുന്നതൊക്കെ തൊടുവരകളാണ്, ടാൻജന്റുകളാണ്. ഈ ടാൻജന്റുകൾ പൊതുവെ തുല്യങ്ങളായിരിക്കും. ഒരൊറ്റ പോയിന്റിൽ നിന്നും കടന്നു പോകുന്ന എല്ലാ ടാൻജന്റുകളും തൊടുവരകളും പരസ്പരം തുല്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എഴുതാം, BPയും BQ ഒക്കെ എന്തായിരിക്കും? തുല്യങ്ങളായിരിക്കും. ഇതൊരു നിയമമാണ്. തൊടുവരകള് ഇവ തൊടുവരകളായതുകൊണ്ട്, ടാൻജന്റുകൾ ആയതുകൊണ്ട് ഇവ തുല്യങ്ങളാണ്. മാത്രമല്ല ഈ വൃത്തകേന്ദ്രവും തൊടുവരയിലെ ബാഹ്യബിന്ദുവും തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. വൃത്തകേന്ദ്രത്തിലെ കോണളവും ബാഹ്യബിന്ദുവിലെ കോണളവും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോ ഇവിടെ നോക്കാം. ഇവിടെ ബാഹ്യബിന്ദു സിയും ഇവിടുത്തെ വൃത്തകേന്ദ്രത്തിലെ കോണളവും കൂട്ടിയാൽ സിയിലെ കോണളവും വൃത്തകേന്ദ്രത്തിലെ കോണളവും കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. അതുപോലെ എ എന്ന ബാഹ്യബിന്ദുവിലെ എക്സ്റ്റീരിയർ പോയിന്റിലെ ആംഗിളും അതുപോലെ ഇവിടുത്തെ സെൻട്രൽ ആംഗിളും കൂടി കൂട്ടിയാൽ 180 കിട്ടുമെന്നൊരു നിയമമുണ്ട്. പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ എ എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ എ കണ്ടുപിടിക്കാൻ ആകെ 180 നിന്നും എന്ത് കുറക്കുക? ഇവിടുത്തെ ആംഗിൾ POR കുറച്ചാൽ
180 മൈനസ് 100 സമം 80 ഡിഗ്രി കിട്ടി. അപ്പോ ആംഗിൾ എ എത്ര കിട്ടി? 80 കിട്ടി. ഇനി ആംഗിൾ ബി കണ്ടുപിടിക്കാം. ആംഗിൾ ബി എന്തുകൂടി കണ്ടുപിടിക്കാം? ഇതുപോലെ നമുക്ക് ചെയ്യാം. ഇവ രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഈ രണ്ട് കോണളവ് കൂട്ടിയാൽ 180 കിട്ടും. പക്ഷെ ബി എത്രയെന്ന് അറിയില്ലല്ലോ. ഇല്ല, 180 നിന്നും 110 കുറക്കുക. ആംഗിൾ ഏതാണ് അതിന്റെ പേര്? പി ഒ ക്യു കുറച്ചാൽ 180 നിന്നും 110 കുറച്ചാൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 70 ഡിഗ്രി കിട്ടും. ഉറപ്പല്ലേ? അത് ഉറപ്പായി. ഇനി ആംഗിൾ സി കണ്ടുപിടിക്കുക. സി കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ആംഗിൾ ഓ നമുക്കറിയണം. അറിയല്ലോ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 150 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ 150 വന്നാൽ ഇവിടെ എത്ര വരും? രണ്ടും കൂടി കൂട്ടിയാൽ 180 വരും. അതുകൊണ്ട് ആംഗിൾ സി നമുക്ക് എഴുതാം 180 മൈനസ് ആംഗിൾ ഒ ക്യു ഒ ആർ ഈക്വൽ ടു 180 മൈനസ് 150 സമം 30 ഡിഗ്രി. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി എല്ലാവരും ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോ വരുന്നത് വരേക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.